നമസ്കാരം പ്രിയരെ, ഇത് വിഷ്ണു കായംകുളം. എത്രല്ല പഠിക്കുന്നത്? ഞാൻ +2. ഏതാ എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ കൊമേഴ്സ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മൂമ്മ. പ്രിയരെ, വിഷ്ണു ഒരു നാടൻപാട്ട് കലാകാരനാണ്. നാടൻപാട്ടിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പഠിത്തത്തോടൊപ്പം തന്നെ നാടൻപാട്ടും അല്ലേ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പം മോൻ പാടുന്ന അറിഞ്ഞ് വന്നാണ് കേട്ടോ. അപ്പൊ ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഞാന് എന്ന് പറഞ്ഞ ഞാൻ പാടിയ കുളമാവും. അപ്പം നമുക്ക് വിഷ്ണുവിലൂടെ ആ മനോഹരമായ നാടൻപാട്ട് കേൾക്കാം. രാരീരേ രാരാരി രാരിരാരേ രാരീരേ രാരാരി രാരിരാരേ ഏഴല്ല 7000 വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂത്തഴകേ രാരീരേ രാരാരി രാരിരാരേ രാരീരേ രാരാരി രാരിരാരേ കുന്നോളം കുന്നിക്കുരുവാരിക്കാവേ കുന്നോളം കുന്നിക്കുരുവാരിക്കാവേ ഗുരുവായൂർ വാഴുന്നോരുണ്ണി തന്നിൽ രാരീരേ രാരാരി രാരിരാരേ രാരീരേ രാരാരി രാരിരാരേ കടപ്പാഴൂർ വാഴുന്ന ശിവനു ഞാനേ കടപ്പാഴൂർ വാഴുന്ന ശിവനു ഞാനേ കുന്നോളം പൂവളമാല കോർത്താം രാരീരേ രാരാരി രാരിരാരേ രാരീരേ രാരാരി രാരിരാരേ ഏഴല്ല 7000 വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂത്തഴകേ കടപ്പാഴൂർ വാഴുന്ന ശിവനു ഞാനേ കുന്നോളം പൂവള മാല കോർക്കാം. വിഷ്ണു മനോഹരമായി പാടി കേട്ടോ. പിന്നെ പ്രിയ പ്രേക്ഷകർ ചിന്തിക്കും, ഈ അടുത്തായിട്ട് എൻ്റെ വീഡിയോസ് കുറച്ച് നാടൻ പാട്ട് കൂടുന്നുണ്ടോ എന്നല്ലേ. നാടൻ പാട്ട് എപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെ ഒരുപാട് കഴിവുള്ള നാടൻ പാട്ട് ഇതുപോലുള്ള കലാകാരന്മാരുണ്ട്. അവരൊക്കെ മുഖ്യധാരയിലേക്ക് വരികയും അതുപോലെ പ്രൊഫഷണൽ ട്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലേ അവരെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ കൂടുതലും കലാകാരന്മാരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നാടൻപാട്ടിനെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. നാടൻപാട്ട് സമിതികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു പ്രയോജനമാകും, പ്രേക്ഷകർക്കും അതൊരു പ്രയോജനമാകും. അപ്പം എല്ലാവരും നമ്മുടെ സ്വന്തം കുഞ്ഞു വിഷ്ണുവിൻ്റെ ഈ ശരീരത്തിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, പൊക്കം മാത്രമേ ഉള്ളൂ, കുഞ്ഞു മനസ്സാണ്. +2 വിദ്യാർത്ഥി അല്ലേ? +2 വിദ്യാർത്ഥിയാണ്. മോന്റെ പാട്ട് പ്രേക്ഷകർ സ്വീകരിക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ മോനെ? ഓക്കെ.